മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഈ ഒരു സമയം വരെ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കാത്ത വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തെളിവ് സഹിതം മുന്നോട്ട് വെക്കുന്നത്. UDF സർക്കാരിന്റെ ആദ്യ പ്രവേശനോത്സവമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ആ പ്രവേശനോത്സവത്തില് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ, നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ, നമ്മുടെ മണ്ണിന്റെ സംസ്കാരത്തെ UDF സർക്കാർ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവരെ ക്ഷണിക്കുന്നു. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓരോ ആളുകളും ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. VD സതീശൻ അവിടെ ദീപം കൊളുത്തുന്നു. അതിനുശേഷം വളരെ തന്ത്രപരമായിട്ട് അത് വിദ്യാഭ്യാസ മന്ത്രി ആ ഒരു കൈയിലേക്ക് താങ്ങി വെച്ചുകൊണ്ട് കെ മുരളീധരന്റെ കൈയൊക്കെ പിടിച്ച്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കെ മുരളീധരനെ സഹായിക്കുന്നത് പോലെ കെ മുരളീധരന്റെ കൈയൊക്കെ ഇങ്ങനെ സഹായിക്കുക, കൈയൊക്കെ പിടിക്കുന്നത് പോലെ ആ വിളക്കൊന്ന് വാങ്ങിയിട്ട് ആ ദീപം ഒന്ന് തെളിയിച്ചില്ല എന്നുള്ളത് സകല മലയാളികളും ഗൗരവത്തിൽ ചിന്തിക്കണം. കെ മുരളീധരൻ വിളക്ക് കൊളുത്തിയതിനു ശേഷം, ദീപം തെളിയിച്ചതിന് ശേഷം പിന്നീട് മേയർ VV രാജേഷാണ് ദീപം തെളിയിക്കുന്നത്. ഇത് സകല മലയാളികളും ഗൗരവത്തിൽ തിരിച്ചറിയണം. നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ പ്രവേശനോത്സവം നടക്കുന്ന ദിവസം നമ്മുടെ സംസ്കാരത്തെ അപമാനിച്ചോ, നമ്മുടെ നാടിനെ അപമാനിച്ചോ. ഒരു തർക്കമില്ലാത്ത വിഷയം. എന്തേ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കാത്തത്? നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി, ഔദ്യോഗിക പ്രതിപക്ഷ പാർട്ടി ആയിട്ടുള്ള ഇടതുപക്ഷം എവിടെ നോക്കി നിൽക്കുക? ഈ ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഇടതു സർക്കാർ ഭരിക്കുന്ന സമയത്തും ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. ശിവൻകുട്ടിയെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ലായിരുന്നു എന്നുള്ളത് സകല മലയാളികൾക്കും അറിയാം. വിദ്യാഭ്യാസ മന്ത്രി, മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നാടിനെ അപമാനിച്ചിരിക്കുന്നു. എല്ലാ മതങ്ങളിൽപ്പെട്ട, ഹിന്ദു ആണെങ്കിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, സകല മതങ്ങളിൽപ്പെട്ട നമ്മുടെ പുതുതലമുറയുടെ തുടക്ക ദിവസം തന്നെ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ, നമ്മുടെ നാടിനെ തന്നെ, നമ്മുടെ മണ്ണിനെ തന്നെ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി അപമാനിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ, നമ്മുടെ രാജ്യം ഉണ്ടായ കാലം മുതൽ നമ്മുടെ സംസ്കാരമാണ്. കോൺഗ്രസ് ഒക്കെ ഇതൊക്കെ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, യാഥാർത്ഥ്യ. പക്ഷെ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഏറ്റെടുത്ത് ഇത്തരത്തിലേക്ക് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നത് സകല മലയാളികളും തിരിച്ചറിയണം. കെ സുരേന്ദ്രനൊക്കെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ഭാഗം ഇവിടെ കൊടുക്കാം. വെറുതെ ആയിരുന്നില്ല വിദ്യാഭ്യാസ വകുപ്പ് ഈ പറയുന്ന മുസ്ലിം ലീഗിന് കൊടുക്കരുത് എന്ന് നിരന്തരം BJP രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിരുന്നത്. നിങ്ങളതൊന്നും കേട്ടു. മുസ്ലിം ലീഗിന്റെ പറയുന്നതെല്ലാം ആരുടെ വാക്കുകളാണെന്നുള്ളത് നമ്മളിപ്പോൾ ഈ കേരളത്തിൽ ഇനി ഒരു പുതിയതായിട്ട് ആൾക്കാരെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം മുഴുവൻ തീരുമാനിക്കപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാർ റൂമിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ല, വിദ്യാഭ്യാസ വകുപ്പ് ഒരു ദേശീയ കക്ഷി ഏറ്റെടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് മൊത്തത്തിലുള്ള എല്ലാവരുടെയും ആഗ്രഹം. കാരണം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്തെല്ലാം പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് ഇട വന്നിട്ടുണ്ട്. അത് വേണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആളുകൾ അഭിപ്രായം പറയും. ഞങ്ങളെ എപ്പോഴത്തെ നിലപാട്, വിദ്യാഭ്യാസ വകുപ്പ് ഒരു മത കക്ഷിക്ക്, ഒരു വർഗീയ കക്ഷിക്ക് കൊടുക്കരുത്, അതൊരു ദേശീയ കക്ഷിക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് ഒരു മതപാർട്ടിക്ക്, ഒരു വർഗീയ പാർട്ടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത്. നമ്മുടെ നാടിന്റെ പുതുതലമുറയെ ഒരിക്കലും ഒരു മതവർഗീയ പാർട്ടി ആയിട്ടുള്ള ലീഗിന്റെ കയ്യിലേക്ക് കൊടുക്കരുത് എന്ന് കൃത്യമായിട്ട് BJP പറഞ്ഞത് എന്തിനാണ് എന്നുള്ളത് ഇപ്പൊ സകല മലയാളികൾക്കും തിരിച്ചറിയാൻ സാധിച്ചില്ലേ? അബ്ദുൾ റബ്ബിന്റെ കാലത്ത് മമ്മൂട്ടി പോലും അബ്ദുൾ റബ്ബിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ദി ന്യൂസ് മിനിറ്റിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ്, ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അന്തരിച്ച PN പണിക്കർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി നടന്ന ഒരു ചടങ്ങിൽ അബ്ദുൾ റബ്ബ് വിളക്ക് കൊളുത്താൻ വിസമ്മതിച്ചപ്പോൾ അത് മലയാള സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെ പ്രകോപിപ്പിച്ചു.
അദ്ദേഹം ചടങ്ങിൽ ഉണ്ടായിരുന്നു. വിളക്ക് കൊളുത്തുന്നത് ഒരു മതത്തിനോ മതവിശ്വാസത്തിനോ എതിരോ അല്ലെന്ന് മമ്മൂട്ടി റബ്ബിനോട് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. പ്രധാന വിളക്ക് കൊളുത്തിയ ശേഷം നടൻ ദീപം മന്ത്രിക്ക് കൈമാറി. തുടർന്ന് അദ്ദേഹം അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം മുസ്ലിം ലീഗ് അത്തരം വിശ്വാസങ്ങൾ പിന്തുടരുന്നത് നിർത്തേണ്ട സമയമായി എന്ന് നടൻ മന്ത്രിയോട് പറഞ്ഞു. താനും മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണെന്നും മതത്തെ പിന്തുടരുന്നുണ്ടെന്നും എന്നാൽ ഇപ്പോഴും പരിപാടികളിൽ വിളക്കുകൾ കത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരും ഒരു മുസൽമാനായിട്ടുള്ള വ്യക്തിയാ. ഈ ദീപം തെളിയിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാടിന്റെ സംസ്കാരമാണ്, നമ്മുടെ നാടിന്റെ പൈതൃകമാണ്, നമ്മുടെ നാടിന്റെ പാരമ്പര്യമാണ്, നമ്മുടെ നാടിന്റെ അന്തസ്സാണ്. അത് തെളിയിക്കില്ല എന്നൊക്കെ പറയുന്നത് എത്ര നിറകേടാണ്, എത്ര ഊളത്തരമാണ്. മന്ത്രിസ്ഥാനത്തെ ഇരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അധികം പറയുന്നില്ല. അതും നമ്മുടെ നാടിനെ എന്തെങ്കിലും പറയുന്നതിന് സമാണല്ലോ. സകല മലയാളികളും തിരിച്ചറിയാ, മുസ്ലിം ലീഗ് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് രാജിവെച്ചിട്ട് അത് കോൺഗ്രസിനോ മറ്റ് ഘടകകക്ഷികൾക്കോ വിട്ടുകൊടുക്കണോ? നമ്മുടെ നാടിനെയാണ് ഈ നശിപ്പിക്കുന്നത്. എന്റെ ലളിതമായ ഒരു ചോദ്യ, നാളെ ഈ ദീപം തെളിയിക്കുന്ന ചടങ്ങും മുസ്ലിം ലീഗ് മാറ്റിവെപ്പിക്കോ? ഇത് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മലയാളികൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതല്ലേ? ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരു പുതുതലമുറയെ നമ്മുടെ നാടിന്റെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകമൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് വളർത്തേണ്ട ഒരു പുതുതലമുറയ്ക്ക് മുമ്പില് നമ്മുടെ പ്രവേശനോത്സവം നടത്തുമ്പോ ദീപം തെളിയിക്കില്ല, അതിൽ നിന്ന് തിരിഞ്ഞ് കളിക്കുക. കെ മുരളീധരൻ കത്തിക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു കൈയൊക്കെ എന്നിട്ട് വിട്ടു നിൽക്കുക. എത്ര നെറുകേടാണ് നമ്മുടെ കേരളത്തിന് നമ്മുടെ ഈ കേരളം ഭരിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ വലിയ പരാജയമാ. നമ്മുടെ പുതുതലമുറ ക്ലാസ് തുടങ്ങുന്ന അവരുടെ തുടക്ക ദിവസം തന്നെ സതീശൻ സർക്കാർ വൻ പരാജയമാണ് എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയണം. എന്റെ മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തതാണോ നമ്മുടെ കേരളത്തിന്റെ സകല വിദ്യാഭ്യാസ മേഖലയും? അങ്ങനെയാണെങ്കിൽ വർഗീയ രീതിയിൽ നമ്മുടെ നാടിനെ ഇവർ ഭിന്നിപ്പിക്കാൻ ഇറങ്ങില്ല. നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്, പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. അതിന്റെ കടക്കലാണിന്ന് മുസ്ലിം ലീഗ് കത്തിവെച്ചിട്ടുള്ളത്. ഇത് മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഈ നാടിന്റെ സംസ്കാരത്തെ ചേർത്ത് പിടിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. അതിനൊന്നും താല്പര്യമില്ലാത്ത ആളുകളെ ഇത്തരം വകുപ്പുകളൊന്നും കൊടുക്കരുത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇത്തരം നമ്മുടെ നാടിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമില്ലാത്തവരാ. അതുകൊണ്ടല്ല അവരൊരു മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി പോലും ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പാർട്ടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തത് കോൺഗ്രസിന്റെ വലിയ പരാജയമാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ പുതുതലമുറ വളർന്നു വരേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖല വർഗീയ പാർട്ടിക്ക്, മതപാർട്ടിക്ക് കൊടുക്കുമ്പോ നമ്മുടെ സംസ്കാരത്തെ തച്ചുടയ്ക്കുകയാണ്. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയണം. ഇനി നാളെ ഈ ചടങ്ങിനെ പോലും ഈ പറയുന്ന ലീഗൊക്കെ എടുത്തു കളയുമ്പോഴും നമ്മുടെ മാധ്യമങ്ങളും ഇവിടെയുള്ള ആളുകളൊക്കെ മിണ്ടാതിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ലളിതമായിട്ടുള്ള ചോദ്യം.